അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി നീതിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. മനുഷ്യൻ ഈ ലോകത്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അതിനുള്ള ശിക്ഷ ഈ ലോകത്തും പരലോകത്തും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അള്ളാഹു മനുഷ്യനോട് അനീതി ചെയ്യുന്നത് കൊണ്ടല്ല. മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി നീതി ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നീതി ലംഘിച്ചാൽ, അനീതി കാണിച്ചാൽ പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് കൃത്യമായ മുന്നറിയിപ്പും അതോടൊപ്പം തന്നെ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പ് ലംഘിച്ച് മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൂടെ യാതൊരു കഴിവുമില്ലാത്തവയെ ദൈവത്തിൻ്റെ സ്ഥാനം നൽകി ആരാധിക്കുക പോലുള്ള അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും വലിയ അനീതി ചെയ്തത് മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യർ അവരെ സൃഷ്ടിച്ച അവരുടെ സൃഷ്ടാവായ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്ത നേരായ വഴിയെ വിട്ട് തന്നിഷ്ടം പ്രവർത്തിച്ചതിന് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അള്ളാഹു ചെയ്യുന്ന അനീതിയല്ല എന്നാണ് 44-ാമത്തെ ആയത്തിൽ പറയുന്നത്. തുടർന്ന് 45-ാമത്തെ ആയത്തിൽ പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഈ ലോക ജീവിതം എത്രമാത്രം നിസ്സാരമാണെന്നും സത്യനിഷേധികൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന കാര്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ എന്തുമാത്രം വലിയ നഷ്ടമാണ് തങ്ങൾക്ക് സ്വയം തന്നെ ഉണ്ടാക്കി തീർത്തതെന്നും പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുമെന്നാണ് 45-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇന്നല്ലാഹ ലാ യദ്ലിമുൻ നാസ ശൈഅൻ വലകിന്നന്നാസ അൻഫുസഹും യദ്ലിമൂൻ വയൗമ യഹ്ശുറുഹും കഅൻ ലം യൽബസൂ ഇല്ലാ സഅതൻ മിനൻ നഹാരി യതആറഫൂന ബൈനഹും قد خسر الذين كذبوا بلقاء الله وما كانوا مهتدين إن الله لا يظلم الناس شيئا. അള്ളാഹു ജനങ്ങളോട് ഒട്ടും അനീതി കാണിക്കുകയില്ല. ലാ യദ്ലിമു എന്നാൽ ളുൽമ് കാണിക്കുകയില്ല. ളുൽമിന് അക്രമം, അനീതി എന്നൊക്കെ അർത്ഥമുണ്ട്. ദുനിയാവിൽ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച് ജീവിച്ചതിൻ്റെ പ്രതികാരമല്ല പരലോക ശിക്ഷയിലൂടെ അള്ളാഹു സത്യനിഷേധികൾക്ക് നൽകുന്നത്. മറിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ത്യാഗസമ്പൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം സ്വർഗം നൽകുന്നത് പോലെ തന്നെ ധിക്കാരം പ്രവർത്തിച്ചവർക്ക് ശിക്ഷയും നൽകണം. അപ്പോഴേ അത് നീതിയാവുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ചെയ്യുന്നത് നീതിയാണ്, അനീതിയല്ല. വലാകിന്നന്നാസ അൻഫുസഹും യദ്ലിമൂൻ. പക്ഷേ സ്വന്തത്തോട് അനീതി ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. വലാകിന്നന്നാസ പക്ഷേ മനുഷ്യരാണ്, അൻഫുസഹും അവർ സ്വയം തന്നെ, യദ്ലിമൂൻ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അനീതി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ താക്കീദിനെ വകവെക്കാതെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങി സ്വന്തത്തോട് അനീതി ചെയ്തവർ അവർ തന്നെയാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു, വയൗമ യഹ്ശുറുഹും അവൻ അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അള്ളാഹു മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുന്ന അന്ത്യനാളിൽ, കഅല്ലം യൽബസു അവർ താമസിച്ചിട്ടില്ലാത്ത പോലെയായിരിക്കും. അവർക്ക് തോന്നുന്ന കാര്യമാണ് പറയുന്നത്, മനുഷ്യർക്ക് തോന്നുന്ന കാര്യമാണ് പറയുന്നത്. ഇല്ലാ സഅതം മിനൻ നഹാരി പകലിൽ കുറച്ചു സമയമല്ലാതെ, ഈ ദുനിയാവിൽ ഒരു പകലിലെ കുറച്ചു നേരം പോലെ തുച്ഛമായ ഒരു സമയം മാത്രമേ ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് അവർക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ തോന്നും. പരലോകത്തെ അപേക്ഷിച്ച് അത്രക്കും നിസ്സാരമായിരിക്കും ഈ ലോകത്ത് കഴിഞ്ഞുപോയ ജീവിതം. യതആറഫൂന ബൈനഹും അവർ പരസ്പരം തിരിച്ചറിയുന്നു. ഈ ദുനിയാവിൽ കൂടെയുണ്ടായിരുന്നവരെ പരലോകത്ത് വെച്ച് അവർ കാണുന്നു. അവിടെ അവർ പരസ്പരം തിരിച്ചറിയുന്നു. എങ്ങനെയായിരിക്കും അവിശ്വാസികൾ തമ്മിൽ തിരിച്ചറിയുക എന്ന് നമുക്കറിയില്ല. അവിശ്വാസികൾ പരസ്പരമായിരിക്കുമോ, അതല്ല വിശ്വാസികളും അവിശ്വാസികളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുമെന്നാണോ എന്നതും വ്യക്തമല്ല. ഏതായാലും ഈ ലോകത്ത് തങ്ങളെ ചൂഷണം ചെയ്ത രാഷ്ട്രീയക്കാരെയും നേതാക്കന്മാരെയുമൊക്കെ അവിടെ വെച്ച് അവർ കാണും. ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിച്ചവർ മഹാനഷ്ടത്തിലകപ്പെട്ടിരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. വമാ കാനൂ മുഹ്തദീൻ അവർ സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല. ഖദ് ഖസിറ
നഷ്ടത്തിലകപ്പെടുക തന്നെ ചെയ്തിരിക്കുന്നു. അല്ലദീന കദ്ദബു, കളവാക്കി തള്ളിക്കളഞ്ഞവർ, ബിലിഖാ ഇല്ലാഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന കാര്യം. വമാക്കാനു മുഹ്തദീൻ, അവർ ഈ ലോകത്ത് സന്മാർഗം പ്രാപിച്ചവരായിരുന്നില്ല. ഈ ലോകത്ത് സൽക്കർമ്മം ചെയ്തവർ പരലോകത്ത് ചെന്നപ്പോൾ സന്തോഷിക്കുകയും സ്വർഗത്തിലാവുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ട് തങ്ങൾക്ക് നരകശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നതോടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം നഷ്ടത്തിലാണ് തങ്ങളെ എത്തിച്ചിരിക്കുന്നതെന്നും ഭൂമിയിൽ സന്മാർഗ ജീവിതമല്ല തങ്ങൾ നയിച്ചത് എന്നും അവർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.